ആ വചനം ഓതി കേട്ട ഉടനെ തന്നെ ഉമറുല്ലാന്ന് പറയാണ്, റസൂലേ ഇത് വിജയമായിരുന്നു. അവരൊക്കെ പരാജയമാണെന്ന് വിചാരിച്ചിരുന്ന സംഗതി ഇത് വിജയമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നാം നബി പറയണ അതെ ഇത് വിജയമാണ്. പക്ഷെ അപ്പോഴും ഇത് വിജയമാണെന്ന് അപ്പം അറിയുന്നില്ല. ഹുദൈബിയ സന്ധി കഴിഞ്ഞതിൻ്റെ ശേഷം, ഹുദൈബിയ സന്ധിയുടെ കരാർ എഴുതി കഴിയുമ്പോൾ നമ്മൾ കേട്ട ചരിത്രമാണ്, പക്ഷെ നമ്മളിങ്ങനെ അതിലൂടെ കടന്നു പോകേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുള്ള സംഗതിയാണ്. കരാർ എഴുതി കഴിഞ്ഞ ശേഷം ആദ്യമായി അവിടേക്ക് വരുന്നത് അബൂജന്തലാണ്. നമുക്കറിയാം ചരിത്രം. സുഹൈലിൻ്റെ മകനാണ്, സുഹൈൽ ബിൻ അമ്രിൻ്റെ മകനാണല്ലോ. അപ്പോൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നുള്ളതാണല്ലോ കരാർ. അപ്പോൾ ആ കരാർ കഴിഞ്ഞപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത് നമുക്ക് നഷ്ടമാണ്, പരാജയമാണെന്നുള്ള തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉടനെ തന്നെ ആദ്യമായ കരാർ നടപ്പിലാക്കുന്ന ആ ഒരു രൂപം വരുന്നത് അബൂജന്തലിൻ്റെ പേരിൽ. അബൂജന്തൽ സുഹൈലും പിതാവ് അബൂജന്തലിനെ കഠിനമായി ദ്രോഹിച്ച് ചങ്ങലക്കെട്ട്, ജന്തൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന എൻ്റെ ശരീരത്തിൽ വ്രണം വന്നതുകൊണ്ടാണ്, മുറി പറ്റി അസ്വസ്ഥനായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറയുമ്പോഴേക്കും ഈ കരാർ എഴുതി കഴിയാണ്. കരാർ എഴുതി കഴിഞ്ഞ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഹൈൽ പറയുന്നത് കരാർ ആദ്യത്തെ കരാർ നടപ്പിലാക്കുന്നതാണ്, നിങ്ങളിലേക്ക് വന്നല്ലോ മകൻ, തിരിച്ചിങ്ങോട്ടനയക്കണം എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര ഷോക്കായി പോയി, എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കുറേ കെഞ്ചി നോക്കുന്നുണ്ടെന്നൊക്കെ ചരിത്രമാണ്. പക്ഷേ സുഹൈൽ പറഞ്ഞു കരാറാണ്. നബി ഒന്നും വേണ്ടിയില്ല. സഹാബികൾ പലരും അക്ഷമരാവുന്നുണ്ട്. അബൂജന്തലിനെ എന്തിന് തിരിച്ചയക്കണം? ഈ ഒരു അവസ്ഥയിൽ അത്രയും വേദനയോടുകൂടിയാണ് അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജന്തലിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇങ്ങനെ പറയേണ്ട, അബൂജന്തൽ ക്ഷമിക്കൂ, നിനക്കിതിനൊരു പ്രതിവിധി, ഒരു വിജയം ഉടനെ തന്നെ വരാനിരിക്കുന്നു. അത് ഇവിടുന്ന് വരാനിരിക്കുന്ന ഒരു വിജയത്തെക്കുറിച്ച് കൂടിയും റസൂൽ പറയണം. അബൂജന്തൽ തിരിച്ചു പോവുകയാണ്, കണ്ണീരോടുകൂടിയാണ് അബൂജന്തൽ, എന്നെ ഒന്ന് സ്വീകരിക്കൂ, എൻ്റെ ഇതിനൊരു പരിഹാരം നിങ്ങൾ എടുത്തില്ലേ എന്നൊക്കെ അബൂജന്തൽ ചോദിക്കുന്നുണ്ടല്ലോ. എല്ലാം കഴിഞ്ഞ് കരാർ കഴിഞ്ഞ് നടപ്പിലാക്കി എഴുതി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഉമർ റളിയല്ലാഹു ആ സംഭവം എടുത്തു പറയുന്നുണ്ട് പിന്നീട്. ഞാൻ അത്രയും വിഷമത്തോടു കൂടി വന്നിട്ട് റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, അത്രയും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ ആ കരാർ നബിയോട് ചോദിക്കുന്നത്, അലസ്ന അലൽ ഹഖ്, റസൂൽ നമ്മൾ സത്യത്തിലല്ലേ, അവർ പിന്നെ നിഷേധികളല്ലേ, അവർ അസത്യത്തിലല്ലേ, പിന്നെ എന്തിനാണ് ഈ നിന്ദ്യത എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, നമ്മൾ സത്യത്തിലാണ് എന്ന് വാക്ക് നബി അവിടെ നിന്ന് തിരിച്ച് പ്രതിവദിച്ചു. അത് കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പോകുന്നത് അബൂഖർലാൻ്റെ അരികിലേക്കാണ്. അബൂഖർലാനോട് പറയുന്നത്, അല്ല നമ്മൾ സത്യത്തിലല്ലേ ഉള്ളത്, എന്തിനാണ് ഈ നിന്ദ്യത നമ്മൾ ഏറ്റുവാങ്ങുന്നത്, എന്തൊരു കരാറാണിത് എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത്. അബൂഖർലാൻ അല്പം അമർഷത്തോടു കൂടി ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഉറപ്പാണ്, നീ ആ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനെ കുറച്ച് തിരുത്തി ശകാരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിനെ തന്നെ പറയുന്നുണ്ട്, അതവിടെ ഹുദൈബിയ സന്ധിയുടെ ആ കരാർ എഴുതി കഴിഞ്ഞിട്ട് 10-20 ദിവസത്തോളം, പിന്നെ ഹുദൈബിയ സന്ധിയുടെ ഇതിൽ അവിടെ താമസിക്കുന്ന 20 ദിവസത്തോളം അവിടെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവരെല്ലാം തിരിച്ച് പോകുന്നത് മദീനയിലേക്ക്. അപ്പോൾ ആ കാലയളവിൽ ഈ സംഭവങ്ങളൊക്കെ അവരെ മനസ്സിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു സന്ദർഭത്തിലുള്ള ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ല, അവിടെ ഉമർ റളിയല്ലാഹു പറയാണ്, ഞാനിങ്ങനെ എനിക്ക് പറഞ്ഞു പോയതിൻ്റെ വിഷമമുണ്ട്, റസൂലിനോട് പറഞ്ഞതിൻ്റെ വിഷമം, പിന്നെ ഈ അവസ്ഥകളെല്ലാം വെച്ചിട്ട് ഞാൻ കുറേ നബിയോട് വന്ന് ഒരിക്കൽ സലാം പറഞ്ഞു. ഒരു സന്ദർഭത്തിൽ നബിയോട് വന്ന് ഉമർ റളിയല്ലാഹു സലാം പറഞ്ഞപ്പം പിന്നെ സലാം മടക്കി, പക്ഷെ എന്തോ കാര്യം ചോദിച്ചു, നബി മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, മിണ്ടിയില്ല. 3 തവണ ചോദിച്ചപ്പോഴും നബി ഒന്നും മിണ്ടിയില്ല. അപ്പം തന്നെ ഉമർ റളിയല്ലാഹു അസ്വസ്ഥത വന്നു. ഉമർ റളിയല്ലാഹു അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരേക്ക് കുതിരപ്പുറത്ത് പോയിട്ട് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. അത്രയും വിഷമം കൊണ്ട് ഞാൻ അനുഭവിക്കുമ്പോൾ പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ടു. അപ്പം താങ്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു പേടിയായി, ബേജാറായപ്പോൾ എന്തിനാണ് എൻ്റെ പേരിൽ എനിക്കെതിരെ അള്ളാഹുവിൻ്റെ വചനം ഇറങ്ങിയോ, ഞാൻ കാണിച്ചു വെച്ചതിന് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് റസൂലിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഹി ഇറക്കി. ആ വഹി ഇറക്കിയതിൽ എനിക്ക് ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും എനിക്ക് സന്തോഷമുണ്ടാക്കുന്നൊരു വഹിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വഹി? ഇന്ന ഫതഹ്നാ ലക ഫതഹൻ മുബീന, സൂറത്ത് ഫതഹിൻ്റെ വചനാണ്. ആ വചനം ഓതി കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു പറയുന്നത്, റസൂലേ ഇത് വിജയമായിരുന്നു, അവരൊക്കെ പരാജയമാണെന്ന് വിചാരിച്ചിരുന്ന സംഗതി ഇത് വിജയമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നാം നബി പറയണത് അതെ ഇത് വിജയമാണ്. പക്ഷെ അപ്പോഴും ഇത് വിജയമാണെന്ന് അപ്പം അറിയുന്നില്ല. ആ ഉടനെ സന്ദേശം സഹാബികൾക്കൊക്കെ എത്തുന്നു. അവരൊക്കെ ഭയങ്കര സന്തോഷിക്കുകയാണ്. കാരണം അത് വിജയമാണെന്ന് അള്ള പറഞ്ഞാൽ പിന്നെ അത് വിജയമാണ്. അപ്പോഴേക്കും കാരണം അതിൻ്റെ വിജയം അവർ എന്താണെന്നുള്ള പിന്നെ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വ്യക്തമായ വിജയമാണ്. അതോടുകൂടി അവർ സന്തോഷിക്കുന്ന അവസ്ഥ വരാണ്. അപ്പോൾ അവിടെ പിന്നെ അതിൻ്റെ മുന്നുണ്ടായൊരു സംഭവമുണ്ട്. അതിൻ്റെ മുന്നുണ്ടായെന്ന് ചോദിച്ചാൽ അവിടുന്ന് പിന്നെ മടങ്ങിപ്പോരാണല്ലോ.
മടങ്ങി പോരുന്ന സമയത്ത് നബി തഹല്ലുലാകാൻ പറയാണ്. ഉമർക്ക് നീയത്ത് വെച്ച് പോയിട്ട് തഹല്ലുലാകാൻ പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായിട്ട് എണീറ്റ് നിന്നിട്ട് പറയാണ്, ഖൂമു, പിന്നെ നിങ്ങൾ എഴുന്നേൽക്കൂ, നിങ്ങൾ ബലിയർക്കൂ എന്ന് അവരോട് തലമുണ്ടനം ചെയ്യൂ. ഇത് നബി പറഞ്ഞിട്ട് ഒരാളും മിണ്ടിയില്ല. ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ആരും മിണ്ടുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. 3 തവണ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റ് ചെയ്തു. 1000-ഓളം വരുന്ന സഹാബികൾ ഒരാളൊരു അനക്കില്ല. കാരണം പലരും, കാരണം അത്രമേൽ പ്രതീക്ഷിച്ച് വന്നിടത്തുനിന്ന് പരാജിതരായി തിരിച്ചു പോരുക എന്നുള്ള മാനസികാവസ്ഥയിലാണ് പലരും ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പം നബിക്ക് ഭയങ്കര വിഷമായി. കാരണം തൊട്ട് മുമ്പുള്ള സംഭവം എന്തായിരുന്നു? തൊട്ട് മുമ്പ് ദൂതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലാണ് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയൊക്കെ വന്നിട്ട് നബിയെ കാണുന്നത്. സഹാബികൾ നബിയുടെ ഒമിനീര് പോലും അത്രയ്ക്കും നബീനെ അങ്ങനെ പറഞ്ഞു കേൾക്കാനും അത് എടുക്കുന്ന അത്രയും നബി അനുസരിക്കുന്ന ഒരു സമൂഹത്തെ കണ്ട്. കരാറിന് ശേഷം പിന്നെ നബി പറഞ്ഞിട്ട് ആരും ഒന്നും കേൾക്കുന്നില്ല. നബി വിഷമത്തോടു കൂടി ഉമ്മു സലമയുടെ മുറിയിലേക്ക് കടന്നു പോകുന്നിട്ട് ഉമ്മു സലമയോട് വിഷമം പറയാണ്, ഭാര്യയോട്. ഉമ്മു സലമ അവിടെ നിന്നൊരു പ്രതിവിധി കൊടുക്കുന്ന, റസൂലെ, എന്നെ അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ പോയിട്ട് അവരോട് പറയണ്ട, നിങ്ങൾ പിന്നെ അവിടെ നിന്ന് ബലിയറക്കുന്നതും അതുപോലെ തന്നെ തലമുടനം ചെയ്ത് കാണിച്ചു കൊടുത്തു നോക്കും, ബാക്കി അവർ ചെയ്തോളും. ആശ്വാസത്തോടു കൂടി റസൂൽ തിരിച്ചു വന്നിട്ട് അവിടെ വന്ന് നബി പിന്നെ നേരെ നബി അത് ചെയ്ത് കാണിക്കുകയാണ്. ചെയ്യുന്നതോടു കൂടി പെട്ടെന്നൊരു പിന്നെ ഒരു ഉറക്കത്തിൽ നിന്നാണ് അവരെ എണീക്കണം എല്ലാവരും. അവർക്ക് സംഭവിച്ചു പോയത് റസൂലിൻ്റെ വാക്കുകളെ ഉൾക്കൊള്ളുന്നത് അവർക്ക് ലേറ്റായി. അവരതിൽ പിന്നെ തെറ്റുപറ്റിയെന്നവരെല്ലാവരും ബോധ്യപ്പെട്ടിട്ട് ചരിത്രത്തിൽ പിന്നെ പറയുന്നത് ഒരു യുദ്ധസമാനം എന്ന പോലെ അതിവേഗതയിൽ നബി ചെയ്തതുപോലെ അവർ ചെയ്യണം. അതിലാണ് പിന്നെ തല മുണ്ടനം ചെയ്ത ആളുകൾക്കൊക്കെ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു എന്ന് പറയും. അപ്പോൾ കുറച്ചുകൂടി ചെറുതാക്കിയ ആളുകൾക്ക് ഇല്ലേ എന്ന് 3 തവണ ചോദിച്ചപ്പോഴാണ് നബി അവസാനം പറയണൊക്കെ ഉണ്ടായത്. അവർക്കും ഒന്നും പറഞ്ഞു. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് പിന്നെ ഉമർ റളിയല്ലാഹു ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് ഇന്നാ ഫത്തഹന ലക ഫത്തഹൻ മുബീന. അത് പിന്നീട് അബൂജഹലിൻ്റെ വിഷയത്തിലും പിന്നീടൊക്കെ അത് സത്യമായിട്ട് പുലരുന്ന അവസ്ഥയും ഒക്കെ നമുക്ക് കാണുന്നു. അപ്പോൾ ഇതിലൊരുപാട് സംഭവങ്ങൾ ആ ചരിത്രത്തിൽ, ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചരിത്രമായിരുന്നു ശരിക്കും ഹുദൈബിയ സന്ധിക്ക് ശേഷം നടന്നിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം. ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഭാര്യ എന്ന അർത്ഥത്തിൽ നബിക്ക് ഒരു ഭാര്യയിൽ നിന്ന് ആശ്വാസം നബിക്ക് കിട്ടിയ ഒരു സന്ദർഭമായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരു ഭർത്താവിന് ഭാര്യ നൽകുന്ന ആശ്വാസം അത് എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്? ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ആശ്വാസം. ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ മടിയിൽ നിന്ന് മറ്റൊരു ഭാര്യയുടെ മടിയിൽ ചെന്ന് അവസാനിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ചരിത്ര സംഭവ വികാസങ്ങൾ. ആ മടി ഏതാണ്? ആദ്യത്തെ മടി ഖദീജ റളിയല്ലാഹുവിൻ്റെ മടിയിലേക്കാണ് റസൂൽ ചെല്ലുന്ന ആശ്വാസത്തിന്. അവസാനം മരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹുവിൻ്റെ മടിയിൽ കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്.